Okay, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ സീരീസ് ഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 + x + x സ്ക്വയർ പ്ലസ് നമുക്കറിയാവുന്നതാണ് അല്ലേ. ദാറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു 0 to infinity x raised to n അതിനെ സിമ്പിളാക്കി നമുക്ക് എഴുതാം. സിഗ്മ n ഈക്വൽ ടു 0 to infinity x raised to n ആൻഡ് -1 ലെസ് ദാൻ x ലെസ് ദാൻ 1 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയൊക്കെ എന്നിന് 0 കൊടുക്കുമ്പോൾ x raised to 0 അപ്പോൾ 1 കിട്ടും. എന്നിന് 1 കൊടുക്കുമ്പോൾ x raised to 1 ദാറ്റ് ഈസ് x. എന്നിന് 2 കൊടുക്കുമ്പോൾ x സ്ക്വയർ ദാറ്റ് ഈസ് x സ്ക്വയർ എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേഷൻസ് ഓർത്തിരിക്കുക കേട്ടോ. 1/1 മൈനസ് എക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ്. അതിൻ്റെ എക്സ്പാൻഷനും അതിൻ്റെ സമ്മേഷനിലുള്ള നൊട്ടേഷനും ഒക്കെ ഓർത്തിരിക്കുക. അതുപോലെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ e raised to x. അപ്പോൾ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നമ്മൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1/1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് എക്സ് സ്ക്വയർ ആണ് വരിക. അതായത് 1/1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു -1 വ്യൂ ചെയ്യുക. 1/1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു -1 എഴുതാമല്ലോ. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു -2 എന്ന് വരും. -1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു -2 എന്ന് വരും. പിന്നെ ഈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഒരു -1 കൂടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഇവിടെ ചെയ്തിട്ട് വേണം, അതിവിടെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതാനായിട്ട്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിന് നമുക്ക് -1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -2 ഇൻറ്റു -1 വരും. അപ്പോൾ -1 ക്യാൻസൽ ആവും. പിന്നെ 1/1 മൈനസ് എക്സ് റേസ് ടു 2 എന്ന് എഴുതാം. -2 എന്നുള്ളതിനെ അടിയിലേക്ക് ഇറക്കി 2 എന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ എക്സ്പാൻഷൻ അതിനോട് നേരിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് എഴുതിയാൽ മതി. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x സ്ക്വയർ, എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4x റേസ് ടു 4, എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n -1 പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ സിഗ്മ n ഈക്വൽ ടു 0 to infinity x raised to n എഴുതി ഇവിടെ ഇങ്ങനെ nth ടൈം കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഈ സീരീസിൽ നമുക്കിവിടെ നോക്കി n-1th ടൈമാണ് ഇവിടെ വരിക. അത് n ഇൻറ്റു എക്സ് റേസ് ടു n-1 എന്നുള്ള ഫോമിലാണ് വരണത്. nth ഫോം or n-1th ടൈം ഏതായാലും കുഴപ്പമില്ല. എന്തായാലും ആ ഒരു ജനറൽ ഫോം എഴുതണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാ ഫോം n ഇൻറ്റു എക്സ് റേസ് ടു n-1 എന്നുള്ളൊരു ഫോമിലാണ്. n ഈക്വൽ ടു 0 ആകുമ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് 1 ഇൻറ്റു എക്സ് റേസ് ടു 1 - 1 ദാറ്റ് ഈസ് 1 തന്നെ കിട്ടും. n ഈക്വൽ ടു 2 ആകുമ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 - 1 2x കിട്ടും. n ഈക്വൽ ടു 3 ആകുമ്പോൾ 3 ഇൻറ്റു എക്സ് റേസ് ടു 3 - 1 3x സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക നമുക്ക് n ഈക്വൽ ടു 1 to infinity ആയിട്ട് വരും. ഫോർമുല ഓർമ്മയില്ലല്ലോ. ഇതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഫോർമുലയിൽ ചെയ്താലും മതിയാവും കേട്ടത്. അപ്പോൾ n ഈക്വൽ ടു 1 to infinity n ഇൻറ്റു എക്സ് റേസ് ടു n-1 കിട്ടും. അതുപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ 2/1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയറിലോ ക്യൂബ് അല്ലേ വരിക. 2/1 മൈനസ് എക്സ് ക്യൂബ് വരും കേട്ടോ. 2/1 മൈനസ് എക്സ് ക്യൂബ് വരും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് nth ടൈം n ഇൻറ്റു n-1 ഇൻറ്റു എക്സ് റേസ് ടു n-2 എന്ന് വരും. അപ്പോൾ കറസ്പോണ്ടിങ്ലി ഇവിടുത്തെ സമ്മേഷൻ n ഈക്വൽ ടു ഇവിടുത്തെ ഒരു ടൈം കൂടി കുറയും. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു ടൈമിൻ്റെയും കൂടി ഡെറിവേറ്റീവ് 0 ആയി പോകില്ലേ. അപ്പോൾ സിഗ്മ n ഈക്വൽ ടു 2 to infinity n ഇൻറ്റു n-1 ഇൻറ്റു എക്സ് റേസ് ടു n-2 എന്ന് അതിനെ സമ്മേഷൻ ഫോർമുല എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഫോർമുല എഴുതിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എക്സ്പാൻഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഡെറിവേറ്റീവ് എടുത്ത് പോയാൽ മതി. ആ nth ടൈമിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സീരീസ് nth ടൈമും അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ nth ടൈമിൻ്റെ ഡെറിവേറ്റീവ്സും കണ്ടുപോയാൽ നമുക്ക് ആ സീരീസ് ഫോമിൽ എഴുതാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എഴുതാം. അടുത്തത് സീരീസ് ഫോർ tan inverse x. tan inverse xൻ്റെ എക്സ്പാൻഷനാണ് കേട്ടോ. അത് f of x equal to identify the function f of x equal to x minus x cubed by 3 plus x raised to 5/5 minus etc എന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇത് tan inverse x ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലം കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് f of x equal to x minus x cubed by 3 plus x raised to 5/5 minus etc എന്നാണ്. അപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റിംഗ് ദ ഒറിജിനൽ സീരീസ് ടേം ബൈ ടേം. എക്സ്പാൻഷൻ അറിയുന്നതുകൊണ്ട് ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1ൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x സ്ക്വയർ ബൈ 3. അപ്പോൾ എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ 5 ഇൻറ്റു എക്സ് റേസ് ടു 4
അപ്പോൾ ഡിവൈഡ് ബൈ 5 ഉള്ളതുകൊണ്ട് ബാക്കി x റേസ് ടു 4 എക്സെട്ര എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. വേർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 1. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 6 എക്സെട്ര എക്സെട്ര എന്നാണ് പോകുന്നത്. ഇത് നമ്മൾ 1 ബൈ 1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഓൾഡർ വരുന്നുണ്ട്. അപ്പോൾ 1 മൈനസ് സംതിങ് എന്നാണ്. ഇനി എക്സ് സ്ക്വയറിൻ്റെ പവേഴ്സാണ് ഇവിടെ കൂടി പോകുന്നത്. 1 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 6 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പാൻഷൻ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ് വരുന്നത്. പിന്നെ ഇവിടെ പ്ലസ് ആയിരുന്നു എല്ലാ ടേംസും. ഇവിടെ പ്ലസും മൈനസും ഓൾട്ടർ ചെയ്ത് വരുന്നുണ്ട്. ഒരു ടേം വരുമ്പോൾ മൈനസ്, അതിൻ്റെ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ്, വീണ്ടും 3 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്, ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് 1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, അതായത് 1 ബൈ 1 മൈനസ് എക്സ് എന്നുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എക്സ്പാൻഷൻ 1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലാവും. നോക്കി അതായത് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 ബൈ 1 പ്ലസ് ഇവിടെ 1 അവിടെ പ്ലസ് ആണ്, എല്ലാം മൈനസ് 1 മൈനസ് വരുമ്പോൾ അവിടെ എല്ലാം പ്ലസ് ആണ്. ഇവിടെ 1 ബൈ 1 പ്ലസ് വരുമ്പോൾ എല്ലാം പ്ലസ് മൈനസും പ്ലസ് മൈനസ് അങ്ങനെ ഓൾട്ടർ ചെയ്ത് വരും. ഫസ്റ്റ് ടൈം പ്ലസ്, സെക്കൻഡ് ടൈം മൈനസ്, തേർഡ് ടൈം പ്ലസ്, ഫോർത്ത് ടൈം മൈനസ്, ആ രീതിയിലാണ് വരിക. ഓക്കെ, അതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ദെൻ ഇത് എഫ് ഓഫ് എക്സ് കിട്ടാനായിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണെന്നറിയാം അല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ സൈഡ് കംപ്ലീറ്റ് 0 കിട്ടും, ഇതും 0 കിട്ടും. അപ്പോൾ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഫാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഹാവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0 പ്ലസ് സി എന്ന് കിട്ടും. ഫ്രം ദാറ്റ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതിൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് കിട്ടും. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ കണ്ടുപിടിച്ചു. ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ആ ഫംഗ്ഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലമാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡെറിവേറ്റീവ് എടുക്കുക, ഡെറിവേറ്റീവിനെ 1 ബൈ 1 മൈനസ് എക്സിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്താൽ എഫ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ ഫംഗ്ഷനായിട്ട് എഫ് ഓഫ് എക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള കുറേ അധികം പ്രോബ്ലംസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ച് കുറേ പ്രോബ്ലംസ് എക്സസൈസിലുണ്ട്. ഇതിൽ നിങ്ങളൊരു ആദ്യത്തെ ഒരു 5 എണ്ണം ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം. ഏത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു 5 എണ്ണം ഹോംവർക്കായിട്ട് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കാം.